ഹലോ, ദിസ് ഇസ് മൂൺ കിറ്റി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമേ തന്നെ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സിനോട് ഒരു വലിയ സോറി. 4 മാസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഫാമിലി എമർജൻസീസും ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയിരുന്നു റീസൺ. ഇനി തൊട്ട് റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഹോം മെയ്ഡ് ക്ലേ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഞാൻ ചെയ്ത ഒരു ക്രാഫ്റ്റിന് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. എൻ്റെ ഒരു ഫേവറേറ്റ് കോഫി മഗ്ഗിൽ സെറ്റിനകത്ത് വരുന്ന ഒരു കപ്പാണിത്. ഇതിൻ്റെ സൈഡ് അല്പം പൊട്ടിപ്പോയിട്ടുണ്ട്. കളയാനാണെങ്കിൽ മനസ്സും വന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലേ ഉപയോഗിച്ച് ഒരു കാക്ടസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അറ്റാച്ച് ചെയ്തിട്ടില്ല പോട്ടിലോട്ട്, കാരണം നമുക്കത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്യാം. ഇത്രയും വലിയൊരു ക്ലേ ഫിഗറിന് ഒത്തിരി ക്ലേ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഉള്ളിൽ അലൂമിനിയം ഫോയിൽ വെച്ച് ഫസ്റ്റ് ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് പുറത്തായിട്ട് ക്ലേ ഉപയോഗിച്ച് മോഡലിംഗ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആ കാക്ടസ് കറക്റ്റ് ഹൈറ്റിൽ നിൽക്കാനായിട്ട് കുറച്ച് അലൂമിനിയം ഫോയിൽ കപ്പിലും ഞാൻ ഫിൽ ചെയ്ത് വെച്ചു. ഹോം മെയ്ഡ് ക്ലേ ഉപയോഗിക്കുന്നവർക്കറിയാം, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ ഒത്തിരി സമയമെടുക്കും. ഈ കാക്ടസ് ഞാൻ ചെയ്ത് വെച്ചിട്ട് 1-2 മാസമായി. അതുകൊണ്ട് നല്ല ഡ്രൈ ആയി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് അക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാം. കുറച്ച് മന്ത്സായിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതും എൻ്റെ റൂമും കളേഴ്സും എല്ലാം ഞാൻ ഒത്തിരി മിസ് ചെയ്തിരിക്കുകയായിരുന്നു. വീണ്ടും ഇത് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഐ എം സോ ഗ്ലാഡ് ടു ബി ബാക്ക്. കുറച്ച് പേര് എൻ്റെ കമൻസിൽ വന്നിട്ട് ചേച്ചിയുടെ വീഡിയോസ് കാണുന്നില്ലല്ലോ, ചേച്ചി എന്താ അപ്ലോഡ് ചെയ്യാത്തേ, ഡെയിലി അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നി. എന്നെ ഓർത്തവരുണ്ടല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നില്ല എന്ന്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും ആ ഉള്ളവർ എൻ്റെ വീഡിയോസ് മിസ് ചെയ്തല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി, മോട്ടിവേഷനും തോന്നി. ഇനി അങ്ങോട്ട് മുടങ്ങാതെ വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. കാക്ടസിനെ പോട്ടിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് സോയിലായിട്ട് വരണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബേസ് പാർട്ടെല്ലാം ബ്രൗൺ കളർ പെയിൻറ്റ് കൊടുക്കുകയാണ്. കാക്ടസിൻ്റെ സ്റ്റെമ്മിന് നമുക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കാം. ഞാൻ കുറച്ച് യെല്ലോയും ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് ഈ കളർ ഉണ്ടാക്കിയത്. കാക്ടസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഈ കാക്ടസ് ചെടികൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സെറാമിക് പോട്ട്സിൽ ഈ ഷോപ്സിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ വാങ്ങാൻ തോന്നൂലേ? നമ്മൾ പക്ഷേ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഒരാഴ്ചയിൽ അത് കരിഞ്ഞു പോകും. ഞാനിങ്ങനെ കുറേ കാക്ടസിനെ വാങ്ങിക്കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാക്ടസ് വളർത്താൻ ട്രൈ ചെയ്ത് കുറേ കാക്ടസിനെ കുരുതി കൊടുത്തതിന് ശേഷം ഞാൻ ആ വാങ്ങുന്ന പരിപാടി നിർത്തി. എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലേ വെച്ച് കാക്ടസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ വെള്ളം ഒഴിക്കണ്ട, കരിഞ്ഞും പോവില്ല, ഉണ്ടാക്കി വെച്ചാൽ അതുപോലെ തന്നെ ഇരുന്നോളും. ഞാൻ അപ്പോൾ ആലോചിച്ചു, ശരി ഇനിയിപ്പോൾ ചെടി വാങ്ങുന്ന ഏതായാലും നടക്കില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ പൊട്ടുകയൊക്കെ ചെയ്യുന്ന കപ്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡിഷിൻ്റെ ബോട്ടം പാർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ തന്നെ ഒരു കാക്ടസ് ഗാർഡൻ ഉണ്ടാക്കിയാലോ എന്നൊക്കെ ആലോചിച്ചതാണ് കേട്ടോ. ഫുൾ പ്ലാന്റും ഒരേ കളർ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഡയമെൻഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഈ മടക്കുകളും ചുളുക്കുകളും ഒക്കെ ഇല്ലേ, അവിടെ മാത്രം കുറച്ച് ഡാർക്ക് കളർ കൊടുത്തപ്പം ഒരു 3D ലുക്ക് വന്നു. അതിനുശേഷം ആ കപ്പിലുണ്ടായിരുന്ന ചെറിയ ഒരു എന്താ പറയുക, പൊട്ടിയിട്ടുള്ള ഒരു ഭാഗത്ത്
പറ്റുന്നത്ര മാച്ചിങ് ആയിട്ട് കളർ ഉണ്ടാക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെയൊക്കെയല്ലേ റീസൈക്കിൾ ചെയ്യുന്നത്. എനിക്ക് ഈ കപ്പ് കളയാൻ ഒട്ടും മനസ്സ് വന്നില്ല കേട്ടോ. എത്ര പൊട്ടിപ്പോയതാണെങ്കിലും കളർ മങ്ങിയതാണെങ്കിലും നമ്മൾ കുറച്ച് അതിൽ എഫേർട്ടും ലവും ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേൺ ഇൻ ടു സംതിങ് ബ്യൂട്ടിഫുൾ, റൈറ്റ്? നമുക്കത് വീട്ടിലൊരു ഡെക്കോറായിട്ട് എന്നും വെക്കാം. ഇതിപ്പം ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയ കപ്പാണെങ്കിൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയ കപ്പാണ്. എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ ഒരു സെറ്റായിട്ടാണ് വന്നത്. അതിൽ ഈ കപ്പ് മാത്രം എനിക്ക് പോയി. പക്ഷെ ചിലർക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന മഗ്സ് കാണും. അങ്ങനെ എന്തെങ്കിലും മെമ്മറീസൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമല്ലോ. അതൊക്കെ ഒരു വട്ടം പൊട്ടി അല്ലെങ്കിൽ സൈഡിലൊരു പാർട്ട് ചിപ്പായി പോയി എന്ന് വെച്ചിട്ട് നമുക്കത് കളയാൻ മനസ്സ് വരില്ലല്ലോ. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റായിട്ട് മാറ്റിയാൽ നല്ലതായിരിക്കില്ലേ? ഈ ഫ്ലവേഴ്സിൻ്റെ കളർ പാലറ്റ് ഞാൻ ശരിക്കുമുള്ള കാക്ടസ് പ്ലാന്റ്സിൻ്റെ പൂക്കളുടെ കളർ നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ ഒരു കളർ സെലക്ട് ചെയ്തതാണ്. അപ്പം കുറച്ച് ഒറിജിനാലിറ്റി ആയിട്ടിരിക്കുമല്ലോ. നമ്മൾ റാൻഡം കളേഴ്സ് സെലക്ട് ചെയ്താൽ കുറച്ച് ആർട്ടിഫിഷ്യലായി പോകും. അതുപോലെ ഞാൻ രണ്ട് ഫ്ലവേഴ്സേ സ്കൾപ്റ്റ് ചെയ്തുള്ളൂ. കാരണം കാക്ടസിൽ ഒത്തിരി ഫ്ലവേഴ്സ് അങ്ങനെ യൂഷ്വലി ഉണ്ടാവാറില്ല. അങ്ങനെ വെച്ചാൽ കൂടെ ഭംഗി കാണില്ല എന്ന് തോന്നി. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഫുൾ ലുക്ക് വന്നത്. ഇപ്പോഴും ഞാനത് അറ്റാച്ച് ചെയ്തിട്ടില്ല, കാരണം നമുക്കിതിന് വാർണിഷ് ചെയ്യാനുണ്ട്. വാർണിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ഒരു ലുക്ക് വരുള്ളൂ. സോ ലെറ്റ്സ് ഡു ദാറ്റ്. $15 minutes to അരമണിക്കൂർ വരെ ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്കിതിനെ ബേസിലോട്ട് അറ്റാച്ച് ചെയ്യാം. വാർണിഷൊക്കെ ഡ്രൈ ആയ ശേഷം ഞാനിതിനെ പോട്ടിലോട്ട് അറ്റാച്ച് ചെയ്തു. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തത്. എനിക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിറാമിക് വെച്ച് കാക്ടസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണില്ലേ, അതേ ഫിനിഷിൽ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ഗ്ലോസി ആയിട്ടുണ്ട്. ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ. ഈ ആർട്ട് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.